യുടെ ആദ്യ രൂപമായ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടും MNPയും KFDയും ഒക്കെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ വ്യാപകമായ അപവാദ പ്രചരണങ്ങളുമായി സ്വാർത്ഥ താൽപര്യമുള്ള തൽപര കക്ഷികളും ഈ രാജ്യത്തിന്റെ മുഖ്യ ശത്രുക്കളായ ഹിന്ദുത്വ ഫാസിസ്റ്റുകളും ഒരു വേള അവരുടെ കുഴലൂത്തുകാരായി മാറിയ മാധ്യമ ലോകവും രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പതിവ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. വിദേശ ബന്ധം, വിദേശ സഹായം, നിരോധിക്കപ്പെട്ട സിമിയുടെ പുതിയ രൂപം, അങ്ങനെ കല്ലുവെച്ച നുണകളുമായി പ്രചരണം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന പതിനായിരങ്ങൾ ഈ സമ്മേളന നഗരികളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എങ്കിൽ ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നത് മൂന്നക്ഷരമല്ല, ഒരു വാചകമല്ല. അത് ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെടുന്ന കീഴാള ജനവിഭാഗങ്ങളുടെ വിശിഷ്യ പ്രക്ഷുബ്ധ യുവതയുടെ ആശയവും ആവേശവുമാണ് ഈ പ്രസ്ഥാനമെന്ന് നമുക്ക് വിളിച്ചോതുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം ഈ രാജ്യത്തെ ജനകോടികളുടെ ഹൃദയത്തിലാണ് നിലകൊള്ളുന്നത് എങ്കിൽ നിരോധന ഭീഷണികൾ കൊണ്ടോ തടവറകൾ കൊണ്ടോ കരിങ്കൽ പാളയങ്ങൾ കൊണ്ടോ ഈ പ്രസ്ഥാനത്തെ തച്ചു തകർക്കാൻ കഴിയുകയില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് ഈ രാജ്യത്തെ അധികാരവർഗങ്ങളെ പ്രകോപിപ്പിക്കുന്നു എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള എല്ലാ ആദരണീയരായ നേതാക്കന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. വളരെ ലളിതമായി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉയർത്തിയിട്ടുള്ള സമരങ്ങളിലേക്ക്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉയർത്തിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങളിലേക്ക്, മുദ്രാവാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സംവരണം ഈ രാജ്യത്തെ ബുദ്ധിജീവികളുടെ അല്ലെങ്കിൽ മനുഷ്യാവകാശം പോലെയുള്ള വിഷയങ്ങൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ശീതീകരിച്ച മുറികളിൽ ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങൾ മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് സംവരണം ലഭിക്കേണ്ടത് എന്ന് ജനങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തെ ജനവിഭാഗങ്ങൾ മുന്നാക്കവും മറ്റു ചിലർ പിന്നാക്കവുമായി മാറുകയും രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന മുന്നാക്ക വിഭാഗങ്ങൾ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ കൈയടക്കി വെക്കുകയും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും ചവിട്ടി മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഖേദകരമായ ഒരു സാഹചര്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതരത്വ റിപ്പബ്ലിക് എന്ന് ഊറ്റം കൊള്ളുന്ന ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ മറ്റേതിന്റെയെങ്കിലും പേരിലുള്ള യാതൊരു തരത്തിലുമുള്ള വിവേചനങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന ഒരു രാജ്യത്ത് 6.5 പതിറ്റാണ്ട് കൊണ്ട് തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങൾ സംഘടിച്ച് മുന്നോട്ട് വരികയും സംവരണം പോലെയുള്ള അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുമ്പോൾ ആ പോരാട്ടത്തിന്റെ മുന്നണി പടയാളികളായി മാറുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് നാം 20 മന്ത്രിമന്ദിരങ്ങളിലേക്കുള്ള മാർച്ചിനും 2000-ലെ സംവരണ സമരജാഥയ്ക്കും ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിലെ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിലെ മുസ്ലിങ്ങളടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് നഷ്ടം വന്ന സർക്കാർ ഉദ്യോഗങ്ങൾ തിരിച്ചു നൽകണമെന്നും നിയമനങ്ങളിൽ PSC നടത്തുന്ന കള്ളക്കളികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് നമുക്ക് സാക്ഷിയാകേണ്ടി വന്നത്. അതുപോലെ തന്നെ അബ്ദുൽ നാസർ മഅദനി 1998-ൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെടുകയും കോയമ്പത്തൂരിൽ തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തു. 9.5 വർഷക്കാലം മഅദനി വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ ജയിലിൽ കഴിയുമ്പോൾ മഅദനിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും കേരളത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് സമരം നയിക്കുകയും മഅദനി നിയമസഹായ സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രമുഖരായ അഭിഭാഷകന്മാരുടെ നേതൃത്വത്തിൽ നിയമയുദ്ധം നടത്തുകയും ചെയ്തതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പാരമ്പര്യം. അതിന്റെ അനന്തരഫലമായി അബ്ദുൽ നാസർ മഅദനി മോചിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതേ കാലഘട്ടത്തിൽ തന്നെ സമാനമായ കാലയളവിൽ തന്നെ മാറാട് കേസിന്റെ പേരിൽ 139 ആളുകൾ വിചാരണ തടവുകാരായി 4.5 വർഷക്കാലം കോഴിക്കോട് സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരായി കഴിയുമ്പോൾ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മൗനം ദീക്ഷിക്കുകയും കണ്ണടച്ചിരുട്ടാക്കുകയും ചെയ്യുമ്പോൾ മാറാടുകാർക്ക് വേണ്ടിയും ധൈര്യസമേതം മുന്നോട്ട് വന്നൊരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ.
അതുകൊണ്ട് മാത്രം മാറാട് 2ന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന അപവാദ പ്രചരണങ്ങൾ ഉണ്ടായി. പക്ഷേ മാറാട് കേസിൽ പ്രതിചേർക്കപ്പെട്ട 142 ആളുകൾ അല്ലെങ്കിൽ വിചാരണ തടവുകാരായി ഏറ്റവും അവസാനം ജയിലിലുണ്ടായിരുന്ന 139 ആളുകളിൽ ചില ആളുകളെ അപരാധികളെന്നും ചില ആളുകളെ നിരപരാധികളെന്നും കോടതി വിധി പുറപ്പെടുവിക്കുമ്പോൾ, വിധി തീർപ്പ് വരുമ്പോൾ അവിടെ ഒരൊറ്റ പോപ്പുലർ ഫ്രണ്ടുകാരനും ഉണ്ടായിരുന്നില്ല എന്ന സത്യം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയാതെയല്ല, ഇവിടെ നമ്മൾ വിമർശിക്കുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അറിയാതെയല്ല. മറിച്ച് മാറാട് 6ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഹിന്ദു സമൂഹത്തെ പോപ്പുലർ ഫ്രണ്ടിന് എതിരാക്കി മാറ്റുക എന്ന ഗൂഢലക്ഷ്യമാണ് മാറാട് സംഭവത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് എന്നുള്ള അപവാദ പ്രചരണത്തിന്റെ കാരണമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ NDF-ന് ബന്ധമുണ്ട്, പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട് എന്ന് കേരളത്തിൽ പ്രചരണം നടന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യ വെളിപാടിന്റെ പശ്ചാത്തലത്തിൽ NDF ആണ് ഈ റിക്രൂട്ട്മെന്റിന്റെ പിന്നിലെന്ന് തുറന്നടിയിക്കുമ്പോൾ കേരളത്തിലെ വാർത്താ ചാനലുകളിലെ ആങ്കർമാരും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വിവിധ മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദര കുട്ടപ്പന്മാരും പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിക്കൂട്ടിൽ നിർത്തി മാധ്യമ വിചാരണ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ ഡൽഹി സ്ഫോടനം, ബാംഗ്ലൂർ സ്ഫോടനം തുടങ്ങി പോപ്പുലർ ഫ്രണ്ടുമായി പേര് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിലൊന്നും തന്നെ പ്രതിപട്ടികയിൽ പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകൻ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളുമായി പോപ്പുലർ ഫ്രണ്ടിനെ ആക്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഇവിടെ വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെടുന്ന, അകറ്റി നിർത്തപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ഒപ്പം നിൽക്കുകയും കേവല സൈദ്ധാന്തിക ചർച്ചകൾ നടത്തുന്നതിനപ്പുറത്ത് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് നമ്മുടെ അവകാശങ്ങൾ ആരും നമുക്ക് വെള്ളിക്കണ്ണത്തിൽ നമ്മുടെ കൈകൾക്കുമ്പിളിലേക്ക് വെച്ചു തരികയില്ല എന്നവർ ഓർമ്മപ്പെടുത്തുകയും നമ്മൾ അണമുറിയാത്ത സമര പ്രവാഹമായി ഈ രാജ്യത്ത് അലയടിച്ചുയരേണ്ടതുണ്ട് എന്ന് ഈ രാജ്യത്തെ അവകാശ നിഷേധത്തിനിരയാകുന്ന ജനവിഭാഗങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് വിവിധ സമരമുഖങ്ങളിൽ നിലയുറപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിചാരണ ചെയ്യപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഈ പ്രചരണം അഴിച്ചുവിടുന്ന എല്ലാ കേന്ദ്രങ്ങളും തന്നെ ബോധപൂർവം തമസ്കരിക്കുന്ന ഒരു വസ്തുതയും യാഥാർത്ഥ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തെയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളിലെയും നാം ഒരു താരതമ്യ പഠനം നടത്തുകയാണ് എങ്കിൽ ഈ രാജ്യത്ത് കൊലപാതക പരമ്പരകളിൽ സ്കോർ കൂടുതൽ നിലനിർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ട് മറ്റ് പ്രസ്ഥാനങ്ങളുമായി, വലതുപക്ഷ ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി മത്സരിക്കുവാൻ മതേതരവാദികളെന്ന് അവകാശപ്പെടുന്ന, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ഒരുപക്ഷെ അവരുടെ തൊട്ടടുത്ത സ്ഥാനം നേടുവാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും അവരുടെ തൊട്ടുതാടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമാണ് ഉള്ളത് എങ്കിൽ ഈ എണ്ണത്തിലൊന്നും തന്നെ നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരെ കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ സത്യം മൂടി വെച്ചുകൊണ്ട് എക്കാലത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നുണകൾ പലതവണ ആവർത്തിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടാമെന്നുള്ള മിഥ്യാധാരണ ഒരിക്കലും നിങ്ങൾക്ക് കണ്ണടച്ചിരുട്ടാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് പോപ്പുലർ ഫ്രണ്ടിന് ഈ രാജ്യത്തെ പകുതിയിലധികം വരുന്ന സംസ്ഥാനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത എന്ന് ബന്ധപ്പെട്ടവർ ഓർക്കുന്നത് നന്ന് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന മറ്റ് സേവന പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്കൂൾ സെലോ പ്രോഗ്രാമിലൂടെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് മുന്നിട്ടിറങ്ങുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് സാമ്പ്രദായികമായ ചില വിദ്യാഭ്യാസ സഹായ പദ്ധതികളല്ല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ പരിചയമുള്ളത് പലപ്പോഴും നബിദിന സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ ചില ആഘോഷവേളകളിൽ ഒരു മഹലിൽ ഏറ്റവും അധികം മാർക്ക് നേടിയ, SSLC പരീക്ഷയ്ക്ക് ഏറ്റവും അധികം മാർക്ക് നേടിയ ഒരു വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും സമ്മാനം നൽകുന്ന, പ്രോത്സാഹന സമ്മാനം നൽകുന്നതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം മഹലുകളിൽ അവസാനിച്ചു പോകുന്നു എങ്കിൽ ഇവിടെ വിദ്യാർത്ഥികളെ പരീക്ഷയെ നേരിടുവാൻ വേണ്ടി മാനസികമായി തയ്യാറെടുപ്പിക്കുന്ന നിലയിൽ അവർക്ക് ആവശ്യമായ മനഃശാസ്ത്രപരമായ പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള, മനോധൈര്യമുള്ള ആളുകളാക്കി പരീക്ഷാ പേടി മാറ്റിക്കൊണ്ട് അവരെ കലാലയങ്ങളിലേക്ക്, പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കുന്നതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് വിദ്യാർത്ഥി സമൂഹത്തിനറിയാം. അതുപോലെ തന്നെ നാം സേവന പ്രവർത്തനങ്ങൾ ആവശ്യമായ ഇടങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ സുനാമി ഉണ്ടായപ്പോൾ, അതുപോലെ കണ്ണൂരിൽ ടാങ്കർ ലോറി ദുരന്തമുണ്ടായപ്പോൾ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ, എവിടെയൊക്കെയും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ അവിടെയൊന്നും തന്നെ ജാതിയും മതവും നോക്കാതെ സേവന പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ. അവിടെ സുനാമിയുടെ തിരമാലകൾ തീരദേശ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവൻ നക്കി തുടയ്ക്കുമ്പോൾ അവിടെ
മിച്ചം വന്ന ആളുകൾക്ക് ആശ്രയമായി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ കരുണപറ്റാത്ത ഹൃദയവുമായി സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അവിടെ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ ജാതിയും മതവും അന്വേഷിച്ചിട്ടില്ല. അവരുടെ നെറ്റികളിലുള്ളത് നിസ്കാര തഴമ്പാണോ തിലകക്കുറിയാണോ എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരൻ പരിശോധിച്ചിട്ടില്ല. മറുഭാഗത്ത് RSSകാർ സേവന പ്രവർത്തനം എന്ന പേരിൽ, ദുരിതാശ്വാസ പ്രവർത്തനം എന്ന പേരിൽ അപകട സന്ധികളിൽ അവർ സേവന പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ ജാതിയും മതവും നോക്കുന്ന പതിവ് അവർ ഈ രാജ്യത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിന്റെ ഉറവറ്റാത്ത ഹൃദയവുമായി ഈ രാജ്യത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് സഹായ ഹസ്തവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ പടച്ച തമ്പുരാൻ നാളെ പരലോകത്ത് അവർക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന സ്വർഗം മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക പ്രതീക്ഷ. അതിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി സേവന പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ പ്രസ്ഥാനം ദേശവ്യാപകമായി ഹെൽത്തി പീപ്പിൾ ഹെൽത്തി നേഷൻ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്യാമ്പയിനിലൂടെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ശക്തന്മാരാകണമെന്നല്ല പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ 110 കോടി ജനങ്ങളും ആരോഗ്യമുള്ള ആളുകളായി മാറണമെന്നാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത്. അതുകൊണ്ട് ആവശ്യമായ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ സജീവമായി പങ്കാളികളാകുമ്പോൾ ഇതൊന്നും ഒരിക്കലും ആരുടെയും കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രമല്ല, മറിച്ച് ഈ രാജ്യത്തെ യുവതയുടെ, വിശിഷ്യ മുസ്ലിം യുവതയുടെ കർമ്മശേഷി രാജ്യത്തിന് ഗുണപ്പെടുന്ന നിലയിലേക്ക് വഴിതിരിച്ചുവിടണമെന്ന കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടിന്റെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഈ പ്രസ്ഥാനത്തിന് സ്വീകാര്യതയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശാക്തീകരണം എന്ന പദത്തിന്റെ അർത്ഥം ഈ രാജ്യത്തെ മുസ്ലിം ജനസമൂഹം കൃത്യമായി ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസപരമായ ശാക്തീകരണത്തിന്, രാഷ്ട്രീയമായ ശാക്തീകരണത്തിന്, സാമൂഹികമായ ശാക്തീകരണത്തിന്, സാമ്പത്തികമായ ശാക്തീകരണത്തിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ യത്നിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഒരുപാട് തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, തൊഴിൽ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിലും മറ്റും പോപ്പുലർ ഫ്രണ്ട് മുൻകൈയെടുത്ത് അവിടുത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് റിക്ഷ കൊടുക്കുന്ന സഹായ പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ദാരിദ്ര്യം കാരണം സ്വന്തം പിതാക്കന്മാർ കഷ്ടപ്പെടുവാൻ വേണ്ടി വീട് വിട്ടിറങ്ങുമ്പോൾ അവരെ സഹായിക്കുവാൻ നിർബന്ധിതരാകുന്ന മക്കൾക്ക് വിദ്യാഭ്യാസം പകുതി വെച്ച് നിർത്തിപ്പോകേണ്ടി വരുന്ന സാഹചര്യം, കൊച്ചനുജന്മാരെ അവരുടെ വിശപ്പടക്കുവാൻ വേണ്ടി വാപ്പായെ സഹായിക്കാൻ ഇറങ്ങേണ്ടി വരുന്ന ഒരു പതിതാവസ്ഥയിൽ വിദ്യാഭ്യാസം വഴിമുട്ടി പോകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യ രാജ്യത്തുണ്ട്, വിശിഷ്യ മുസ്ലിം സമുദായത്തിലുണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ട് മനസ്സിലാക്കുന്നു. ആ സമൂഹത്തിന് കേവലം ഉപദേശ നിർദ്ദേശങ്ങൾ മാത്രം പോരാ, കേവല പരിശീലന പരിപാടികൾ മാത്രം പോരാ, മറിച്ച് അവർക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ട് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് വ്യാപകമായി വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മറ്റു ചിലപ്പോൾ ലോണുകളായി, വായ്പയായി വിദ്യാഭ്യാസ സഹായം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കൂടിയുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ്. ഇത്രയും അധികം പണം ചെലവഴിച്ചുകൊണ്ട് സമ്മേളനങ്ങളും പ്രക്ഷോഭങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് സംശയം വേണ്ട, പാകിസ്ഥാൻ ചാരസംഘടനയായ ISI എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. ആ ആക്ഷേപം ഒരുപക്ഷെ ചില ആളുകളെങ്കിലും വിശ്വസിച്ചു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പറയട്ടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3 വഴികളിലൂടെയല്ലാതെ ഞങ്ങളൊരു നയാ പൈസയും സ്വീകരിക്കാറില്ല. ഒന്നാമതായി, ഈ പ്രസ്ഥാനത്തിലേക്ക് അംഗത്വമെടുക്കുന്ന മുഴുവൻ പ്രവർത്തകരോടും ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഓഹരി, നിങ്ങളുടെ വിയർപ്പിന്റെ മണമുള്ള തുക നിങ്ങൾ പ്രതിമാസ വരിസംഖ്യയായി സംഘടനയിലേക്ക് നൽകണമെന്നാണ്. അങ്ങനെ ഈ വേദിക്കകത്തുള്ളവരും ഈ സദസ്സിലുള്ളവരുമായി ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് പ്രവർത്തിക്കുന്ന 20-ലധികം വരുന്ന സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന 80,000-ഓളം വരുന്ന കേഡറുകൾ അവരുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഓഹരി എല്ലാ മാസവും ഈ സംഘടനയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമതായി, ഞങ്ങൾ പ്രതിവർഷം ഒരു വാർഷിക വരിസംഖ്യ എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങളിൽ നിന്നും ഞങ്ങൾ സംഭാവനകൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സംഭാവനകൾ പൊതുജനങ്ങളിൽ നിന്നും ഞങ്ങൾ സമാഹരിക്കുന്നു. മൂന്നാമതായി, ഇത്തരം ക്യാമ്പയിനുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ആവശ്യമായ പണം ഞങ്ങൾ ബക്കറ്റ് പിരിവിലൂടെയും മറ്റ് ചെറിയ പിരിവുകളിലൂടെയും ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളിൽ നിന്ന് മാത്രം പണം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ആ പണം കൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ പണം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളതാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളതാണ്. അല്ലാതെ മറ്റു ചില സംഘടനകളെ നിങ്ങൾ പരിചയപ്പെട്ടതുപോലെ പിരിച്ചെടുക്കുന്ന കാശിന്റെ പകുതി പോക്കറ്റിലിട്ട് പോകുന്ന പരിപാടി പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിരിച്ചെടുക്കുന്ന പണം കൊണ്ട് തന്നെ ഒരു സംഘടനയുടെ പ്രവർത്തനം
മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിദേശത്തു നിന്നും ₹1 സഹായം പോലും ആവശ്യമില്ല എന്ന് ഈ പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ 1-ാം തീയതി തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും അടിസ്ഥാന മൂല്യങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് അറബ് ലോകത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതസംഘടനകളിൽ നിന്നും ഗൈഡൻസ് ആവശ്യമില്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക്. അത്തരം ഗൈഡൻസുകൾ കൊണ്ട് ഇന്ത്യ പോലൊരു രാജ്യത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ആശയപരമായ ഒരു ദാരിദ്ര്യം ഒരു കാലഘട്ടത്തിലും ഞങ്ങളെ നേരിട്ടിട്ടില്ല. ഈ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടപ്പോൾ, വർഗീയ കലഹങ്ങൾ എന്ന് വിളിക്കുന്ന വംശഹത്യ അരങ്ങേറിയപ്പോൾ, മുസ്ലിം ഉന്മൂലനം നടമാടിയപ്പോൾ ഒന്നും തന്നെ ഈ രാജ്യത്ത് മുസ്ലിങ്ങളോട് നിങ്ങൾ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നല്ല മുസ്ലിം സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് സ്വന്തം കാലിൽ നിവർന്നു നിന്നുകൊണ്ട് പ്രതികരിക്കുവാനാണ് ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തോട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഫാഷിസത്തിനെതിരാണ് ഞങ്ങളെന്ന്, ഹിന്ദുത്വ വർഗീയ ഫാഷിസത്തിനെതിരാണ് എന്ന് നാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട് 1993 നവംബർ മാസം 14-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഹിന്ദുത്വ ഫാഷിസത്തെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ഇന്ത്യ രാജ്യത്ത് കാര്യക്ഷമമായി ക്രിയാത്മകമായി കാണിച്ചു കൊടുത്തിട്ടുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് കൊച്ചുകുട്ടികൾക്ക് അതിന്റെ പാരമ്പര്യം അറിയാത്തത് കൊണ്ട് എന്തിന് പോപ്പുലർ ഫ്രണ്ട് എന്ന ചോദ്യവുമായി നമ്മുടെ ചുവരുകളിൽ അവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഈ സംസ്കാരം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തിന്റെ, മുസ്ലിം യുവതയുടെ മാത്രമല്ല രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങളുടെയും ദലിതുകളുടെയും ആദിവാസികളുടെയും മാനവികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, കരിനിയമങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ സംസാരിക്കുന്ന മുഴുവൻ സുമനസ്സുകളുടെയും ഹൃദയത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരോധനം, കൽത്തുറുങ്ക്, പീഡനം തുടങ്ങിയതൊക്കെയും തികച്ചും സാങ്കേതികം മാത്രമാണ്. ഇന്ത്യ രാജ്യത്തെ ജനകോടികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു പ്രസ്ഥാനത്തെ നിരോധിച്ചില്ലാതാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ഫറോവമാരും ഹിറ്റ്ലർമാരും മുസോളിനിമാരും ചത്തുമലർന്നു വീണ ഇതേ മണ്ണിൽ ഹിന്ദുത്വ വർഗീയ ഫാഷിസത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും മുഴുവൻ ഗിരിശൃംഗങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന ഒരു സുന്ദര നാളേക്ക് വേണ്ടി നമുക്കൊന്നായി അടരാടാം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനു വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ പിണിയാളുകളായി പണിയെടുക്കുന്ന യാങ്കികളുടെ ചെരുപ്പ് നക്കികളായി ഈ രാജ്യത്ത് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷം വരുന്ന സവർണ നിയന്ത്രിത രാഷ്ട്രീയ സംവിധാനങ്ങളെ പൊളിച്ചെഴുതുന്ന രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങളുടെ പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം തുടരട്ടെ. അതിന് നാഥൻ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.